അങ്ങനെ ഒരു 10 ദിവസത്തോളം കടന്നുപോയി. പതുക്കെ ഒരു ദിവസമൊക്കെ രാത്രി ഞാൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഈ കണ്ണിൻ്റെ നീര് ഇപ്പുറത്തെ കണ്ണിലേക്കും കൂടെ പതുക്കെ വരുന്നു. അപ്പോൾ എൻ്റെ ഉള്ളിൽ പേടി എന്താ വെച്ചാൽ ഇനി ഈ കണ്ണും കൂടെ അടഞ്ഞു പോകും, അപ്പോൾ പിന്നെ ഞാനിനി എന്ത് ചെയ്യും, ഇങ്ങനെയൊക്കെയുള്ള ഭയങ്കരമായ ടെൻഷൻ. ഒരു ദിവസം രാവിലെ 3 മണിക്ക് എഴുന്നേറ്റ ഞാൻ എന്തിനാണെന്ന് അറിയില്ല, ഞാൻ അപ്പോൾ പോയി കണ്ണാടി നോക്കി അപ്പോഴാണ് ഈ ഭാഗത്തേക്കും കൂടെ നീര് വരുന്നുണ്ടെന്ന് കണ്ടത്. അന്ന് 3 മണി തൊട്ട് 7:30 ആ ഡോക്ടർ എഴുന്നേൽക്കുന്നത് വരെ, ഒരു 7 മണിയാവാതെ ഒരു ഡോക്ടർ എങ്ങനെ എഴുന്നേൽക്കും? ഡോക്ടർക്ക് ഞാൻ പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ട് 7 മണി വരെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ടിരുന്ന് കരഞ്ഞു. എനിക്ക് കരയുണ്ടാന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ എന്നെ കൊണ്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. ഈ വാട്സപ്പ് മെസ്സേജ് കണ്ടിട്ട് എനിക്ക് തിരിച്ച് മറുപടി അയച്ചു, ഇത് ഒരു കണ്ണിനുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ കുറച്ച് നീരൊക്കെ ഈ കണ്ണിലേക്കും വരും, അത് പേടിക്കാനൊന്നുമില്ല, ഇത്ര ഭയങ്കരമായ ടെൻഷൻ ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ വന്ന് അഡ്മിറ്റ് ആവാൻ പറഞ്ഞു. അപ്പം ഞാൻ അതും മാനസികമായിട്ട് പ്രിപ്പയർഡ് ആവുകയാണ്, ഹോസ്പിറ്റലിൽ പോകാം, അഡ്മിറ്റ് ആകാം എന്നൊക്കെ ഉള്ളത്. പക്ഷെ അന്ന് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇല്ല, ഇതിൻ്റെ പ്രശ്നമൊന്നുമില്ല, അഡ്മിറ്റ് ആവേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ വെറുതെ ഇങ്ങനെ അതിഭീകരമായിട്ട് ടെൻഷൻ അടിക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്, വീട്ടിൽ പോയിരുന്നാൽ മതി, സമാധാനമായിട്ട് ഈ മെഡിസിൻ കഴിക്കുക, എന്തൊക്കെ ശ്രമിച്ചാലും ഒരു 10 ദിവസം കഴിയാതെ ഇത് മാറില്ല എന്നുള്ളത് ഡോക്ടർ എന്നോട് വളരെ കൺഫേംഡ് ആയിട്ട് പറഞ്ഞു. അങ്ങനെ ഒരു 5-6 ദിവസം കഴിഞ്ഞു. എൻ്റെ ഏറ്റവും വലിയ സങ്കടം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ സമയത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ കുറേ കാലങ്ങൾ കൊണ്ട് നമ്മൾ ആഗ്രഹിച്ച ഒരു സിനിമ വരുന്നു, ആപ് കൈസേ ഹോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ സിനിമയുടെ പ്രൊമോഷൻ വർക്കുകളൊക്കെ നടക്കുന്നു, നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട കുറച്ച് ആൾക്കാരുടെ കൂടെയുള്ള ഇത്തരത്തിലുള്ള വർക്കുകൾ. അപ്പോൾ ഇതിലൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ മാറി നിൽക്കേണ്ട അവസ്ഥ. അങ്ങനെ ഓരോരോ ദിവസങ്ങൾ കടന്നു പോകുന്നു, നീര് കുറച്ചൊക്കെ കുറയുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ വയ്യ, എനിക്ക് ആൾക്കാരെ കാണണ്ട, ആളുകൾ കാണുമ്പോൾ എന്നെക്കുറിച്ച് എന്ത് പറയും? കാരണം അതുവരെ കണ്ട ഞാനല്ല അപ്പോൾ ഉള്ളത്. എനിക്ക് എൻ്റെ മുഖം കണ്ടിട്ട് എനിക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റില്ലെങ്കിൽ മറ്റാളുകൾ എന്ത് പറയും എന്നുള്ളതായിരുന്നു എൻ്റെ ടെൻഷൻ.